ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മേക്ക് വിത്ത് റിച്ചു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്ക്രാപ്പ് ബുക്ക് ലേഔട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന പേജസ് ആട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഗിഫ്റ്റ് കാർഡായിട്ടും ഇത് മാത്രം കൊടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ എന്നാൽ നമ്മുടെ കാർഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ കാർഡ് സ്ട്രോക്ക് പേപ്പർ ആട്ടോ എടുത്തേക്കുന്നത്. കാർഡ് സ്ട്രോക്ക് പേപ്പറിൻ്റെ മെഷർമെൻറ്റ് 7.5 × 8 സെൻറ്റിമീറ്റർ ആണ്. ചാർട്ട് പേപ്പർ ആണെങ്കിലും എടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ഏതാവുള്ള അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 17.5 സെൻറ്റിമീറ്റർ വരുന്ന ആ പോർഷനില്ലേ, അവിടെ നമുക്ക് കുറച്ച് മാർക്കിങ്സ് കൊടുക്കണം. അതെന്താ, നമുക്കൊരു സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. മാർക്കിങ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ 7.5 സെൻറ്റിമീറ്റർ വരുന്നിടത്ത് 4 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ, 16 സെൻറ്റിമീറ്റർ അങ്ങനത്തെ 4 മാർക്കിംഗ് ആണ് കൊടുക്കേണ്ടത്. അപ്പം നമുക്കത് മാർക്ക് ചെയ്ത് ലൈൻ വരച്ചെടുക്കാം. അപ്പോൾ എന്താ, നമ്മുടെ കാർഡ് സ്ട്രോക്ക് പേപ്പറിൽ 4 പോയിൻറ്റ്സും മാർക്ക് ചെയ്ത് നമ്മൾ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കണം. ഈ സെക്കൻഡ് ലൈനിൽ നിന്ന് ലാസ്റ്റ് ലൈനിലേക്ക് ഒരു ക്രോസ് മാർക്ക് വരച്ചു കൊടുക്കണം. ഇതുപോലെ സെക്കൻഡ് ലൈനിലെ ഈ പോർഷനിൽ നിന്ന് ലാസ്റ്റ് ലൈനിലെ ബോട്ടം പോർഷനിലേക്ക് ലൈൻ വരയ്ക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് ലൈനിലെ ബോട്ടം പോർഷനിൽ നിന്ന് ലാസ്റ്റ് ലൈനിൻ്റെ ഫസ്റ്റ് പോർഷനിലേക്ക് ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ എന്നാൽ നമ്മുടെ എല്ലാ മാർക്കിങ്സും കഴിഞ്ഞ് എല്ലാ ലൈൻസും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്കെയിൽ യൂസ് ചെയ്ത് ഈ മാർക്ക് ചെയ്ത ലൈൻസൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഈ ക്രോസ് ആയിട്ട് വരുന്ന ലൈനും അതുപോലെ തന്നെ സ്കെയിൽ യൂസ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ, നമ്മുടെ മാർക്കിങ്സും ഫോൾഡിങ്സും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതായി ക്രോസ് വരുന്ന ലൈനില്ലേ, അതിൻ്റെ സൈഡിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടില്ലേ, ആ ലൈൻ ഫിംഗർ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കാർഡ് സ്ട്രോക്ക് പേപ്പർ ഇതുപോലെ ഫോൾഡായി വരും, കണ്ടില്ലേ. അത് കഴിഞ്ഞ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ സ്മൂത്തായിട്ട് ഓപ്പണൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫെക്റ്റായിട്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നമ്മുടെ ഫസ്റ്റ് പീസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ നമ്മൾ 7 × 6 സെൻറ്റിമീറ്റർ ഉള്ള 2 പീസ് പേപ്പർ എടുക്കണം. എന്നിട്ട് ഇത് ഈ ബേസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്താട്ടോ ഞാനിവിടെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. ഈ പോർഷൻ മാത്രമേ ഫെവിക്കോൾ ചെയ്യാവൂ. ഫെവിക്കോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. കുറച്ച് അങ്ങോട്ട് മാറിപ്പോയാൽ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കാണുന്ന ഈ ട്രയാങ്കിൾ പോർഷനില്ലേ, ഈ പോർഷൻ മാത്രം ഫെവിക്കോൾ ചെയ്ത് കൊടുത്തിട്ട് ഒരു പേപ്പർ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഷീറ്റ് നമ്മൾ സ്റ്റിക്ക് ചെയ്തു. ഇനി അതുപോലെ തന്നെ അതിൻ്റെ താഴ് പോർഷനിൽ നമുക്ക് സെക്കൻഡ് പേപ്പറും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫെവിക്കോൾ സൂക്ഷിച്ച് ആ പോയിന്റിൽ വെച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആ രണ്ടാമത്തെ പേപ്പറും കൂടെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കാർഡിനൊരു ബേസാണ് വേണ്ട. അതിന് നമുക്ക് 30 × 15 സെൻറ്റിമീറ്റർ ഉള്ളൊരു കാർഡ് സ്ട്രോക്ക് പേപ്പർ അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഈക്വലി ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ എന്താ, നമ്മുടെ കാർഡ് സ്ട്രോക്ക് പേപ്പർ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പോർഷൻസിലേക്കൊക്കെ നമുക്ക് കാർഡ് സ്ട്രോക്ക് പേപ്പറോ പാറ്റേൺ പേപ്പറോ എന്താ നമുക്ക് കളർഫുള്ളാക്കാൻ വേണ്ട അത് ഇപ്പം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കില്ലേ, അപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ഈ ടൈമിൽ ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ എന്താ ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച കാർഡിൽ അത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാം. അത് സ്റ്റിക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ആ സെക്കൻഡ് ലൈനില്ലേ, ആ സെക്കൻഡ് ലൈൻ നമ്മുടെ ബേസിൻ്റെ ഫോൾഡിങ്ങിൻ്റെ അവിടെ തന്നെ വരണം. കണ്ടില്ലേ, ഇതുപോലെ വരണം. കറക്റ്റായിട്ട് വന്നില്ലേ നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പം ഈ പോർഷനില്ലേ, ഈ പോർഷനിലേക്ക് മാത്രം നമുക്ക് ഫെവിക്കോൾ വെച്ച് ഒന്ന് ഗം ചെയ്തിട്ട് ബേസിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് അവിടെ നിന്ന് അനങ്ങരുത്, കാരണം ആ പോയിന്റിൽ തന്നെ വെച്ച് വേണം സ്റ്റിക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പം ആ പേപ്പേഴ്സ് ഉള്ളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോർഷനിലേക്ക് ഫെവിക്കോൾ യൂസ് ചെയ്ത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കണ്ടില്ലേ, ആ കാണുന്ന പോർഷനിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ബേസിൻ്റെ കവറ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പം സ്റ്റിക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വരും. കണ്ടില്ലേ, ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പേപ്പർ 8x13 സെൻറ്റിമീറ്റർ കാർഡ് സ്റ്റോക്ക് പേപ്പർ കട്ട് ചെയ്തിട്ട് ഈ പോർഷനിലായിട്ട് ഞാൻ ഗം ചെയ്യുന്ന പോർഷനിൽ മാത്രം ഗം ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പ്രൊസീജിയേഴ്സ്. ഈ പോർഷൻസിലൊക്കെയാണ് ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്കിതിൽ ഫോട്ടോസൊക്കെ ആക്കി ഒന്ന് റെഡി ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും കാർഡ് സ്റ്റോക്ക് പേപ്പറും ഒക്കെ ആഡ് ചെയ്ത് ഒരു സ്ക്രാപ്പ് ബുക്കിൽ ബേസിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാർഡ്. കുറച്ച് വേർഡിങ്സും പിന്നെ സൈഡിൽ എനിക്ക് കുറച്ച് ഡിസൈനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിലും ഫോട്ടോസും കുറച്ച് വേർഡിങ്സും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്യൂട്ടിഫുള്ളാക്കി എടുത്ത് നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രാപ്പ് ബുക്കൊക്കെ ചെയ്യുന്നവർക്ക് പേജസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.